my dear friends. Venus Digital Arcade's first product introduction video നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാംസങ് എന്ന് പറയുന്ന കൊറിയൻ ജയൻസ് സെറ്റ് ഫ്ലിപ്പ് 3 അതുപോലെ തന്നെ സെറ്റ് ഫോൾഡ് 3 രണ്ടും 5G ഡിവൈസസ് ആണ്. രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ രണ്ട് ഫോൺസിൻ്റെയും ഒരു ഡെമോ ഇന്നിവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗാലക്സി സെറ്റ് ഫോൾഡ് 3 അതിൻ്റെ MRP എന്ന് പറയുന്നത് 1,71,999 ആണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് 1,49,999 അതുപോലെ തന്നെ ഹയർ വേർഷന് 1,57,999 ആണ് വരുന്നത്. ഇതിൻ്റെ ഇന്ത്യയിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് രണ്ടും പ്രീമിയം ഹാൻഡ്സെറ്റുകളാണ്. സെറ്റ് ഫോൾഡ് 3 അതുപോലെ തന്നെ സെറ്റ് ഫ്ലിപ്പ് 3 നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് സെറ്റ് ഫോൾഡിൻ്റെ 12GB 256GB വേർഷനാണ്. അതായത് സെറ്റ് ഫോൾഡ് 3യുടെ ബേസ് വേരിയൻ്റാണ് നമുക്ക് ഇന്നിവിടെ ഡെമോ ലഭിച്ചിരിക്കുന്നത്. ഇനി സെറ്റ് ഫ്ലിപ്പ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡലിൻ്റെ MRP എന്ന് പറയുന്നത് 95,999 ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് 84,999 അതുപോലെ തന്നെ ഹയർ വേർഷന് 88,999 ആണ് പ്രൈസ്. നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഗാലക്സി സെറ്റ് ഫോൾഡ് 3 5G എന്ന് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക് റേപ്പറുണ്ട്. ഒരു പ്രീമിയം ഡിവൈസ് തന്നെയാണ്. നമുക്ക് സെറ്റ് ഫോൾഡ് 2 ഉപയോഗിച്ചവർക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതേപോലെ സെയിം ഒരു ഫീൽ തന്നെയാണ് സെറ്റ് ഫോൾഡ് 3യും തരുന്നത്. നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതാണ് ആ പ്രൈമറി ഡിസ്പ്ലേ. അതിനകത്ത് ഒരു സെൽഫി ക്യാമറയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് USB Type-C പോർട്ട് അതുപോലെ തന്നെ സ്പീക്കർ ഗ്രിൽ താഴെയായിട്ടുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പവർ ബട്ടൺ അതുപോലെ വോളിയം റോക്കേഴ്സ്, പിന്നെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ആയിട്ടുള്ള മൈക്രോഫോൺ ഹോൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് സെറ്റ് ഫോൾഡ് 3യുടെ ഒരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ ബോക്സിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു USB Type-C കേബിൾ, പവർ കേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് അല്ല. ഇനി ഇതിൻ്റെ കൂടെയുള്ളത് നമുക്കിനി സിം ഇജക്ടർ ടൂൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് ഫോൾഡ് 3യുടെ ബോക്സിലുള്ളത്. ഒരെണ്ണവിടെയുണ്ട്, നമുക്കറിയാം ഏതാണെന്നുള്ളത്. ദാറ്റ് ഈസ് സെറ്റ് ഫ്ലിപ്പ് 3 ആണ്. ഇതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ വ്യത്യാസമുണ്ട് കേട്ടോ. വളരെ എന്താ പറയുക, വിട്ത് കുറഞ്ഞ എന്നാൽ ഹൈറ്റ് കൂടിയൊരു എന്താ പറയുക ഡിസൈനാണ്. ബാക്കിലായിട്ടുള്ള ഒരു ഡുവൽ ക്യാമറ വിത്ത് LED ഫ്ലാഷ് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ പവർ ബട്ടൺ അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ്, റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. താഴെയായിട്ട് സ്പീക്കർ ഗ്രിൽ അതുപോലെ USB Type-C പോർട്ട്, ഡുവൽ നമുക്ക് മൈക്രോഫോൺ ഹോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ സെറ്റ് ഫ്ലിപ്പ് 3 എന്ന് പറയുന്നത്. നല്ല ഒരു ഡിസൈൻ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു സെറ്റ് ഫ്ലിപ്പ് 3 എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കും നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സെറ്റ് ഫ്ലിപ്പ് 3യിൽ. ഇതിൻ്റെ ബ്യൂട്ടി ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അതിൽ ആ ഒരു കയ്യിലെടുത്ത് നമുക്ക് ഫീൽ ചെയ്യണം. ആ ഒരു പ്രീമിയം പ്രൈസിന് വെർത്താണ് രണ്ട് ഫോൺസും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ടും സ്നാപ്ഡ്രാഗൺ 888 5G പ്രോസർ യൂസ് ചെയ്യുന്നു. അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയാണ് രണ്ടിലും ഉള്ളത്. 10 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു സാംസങ് 1 UI തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ UI വേർഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് രണ്ട് ഫോണിലെയും സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
ഇതാണ് നമ്മുടെ സെഡ് ഫ്ലിപ്പ്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് ഫോണിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ES1 ഇയർ വേർഷൻ 3.1.1 ലേറ്റസ്റ്റ് ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 11. അതുപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് എന്ന് പറയുന്നത് 1st ജൂലൈ എനിക്ക് തോന്നുന്നു ഒരു ഇത് വന്നിട്ടുണ്ടാവും, എന്താ പറയുക, അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവണം. ഇതാണ് ക്യാമറ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരു പ്രീമിയം സാംസങ് ഫോണിൽ കാണുന്ന എല്ലാ ക്യാമറ ഓപ്ഷൻസും നമുക്ക് ഈ ഫോൺസിലും ലഭ്യമാണ്. മോറിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ആ മോർ എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട് സാംസങ്. ടിപ്പിക്കൽ പ്രീമിയം സാംസങ് ക്യാമറ UI. ഇനി ഫോൾഡിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഡിസ്പ്ലേയിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സെയിം നമുക്ക് ഒരു ടാബ്ലറ്റ് വ്യൂവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ടുള്ള വ്യൂ, സെയിം 1 ഇയർ വേർഷൻ 3.1.1 ആൻഡ്രോയിഡ് വേർഷൻ 11. ഇനി സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ 2021 തന്നെയാണ്. രണ്ടും ഒരേ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വൈൻഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് സാംസങ് ഇറക്കിയിരിക്കുന്ന ഫോൾഡറും ഫ്ലിപ്പും സെയിം ഡിസൈൻ തന്നെയാണ്. കുറച്ചുകൂടി IPX8 റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണുസുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സോ ഗുഡ് ബൈ.